പീറ്ററിന്റെ ഫേവറേറ്റ് പാസ് ടൈം ഉറക്കം. ബേരാമിന് ക്യാരം കളിക്കാൻ എവിടെയാ സമയം? എലീനയ്ക്ക് സംഗീതത്തോടാ ഭ്രാന്ത്. ഈ സുഖി പാജിക്ക് തോന്നണത് ഇത്തവണ അവൻ വേൾഡ് കപ്പിൽ കളിക്കുമെന്നാ. പിന്നെ അസ്ലാം പടം മുറിച്ചിടാനാ കേമൻ. ഇനി എന്തെങ്കിലും ചെയ്യ്. ഭാരത സർക്കാരിന്റെ പഠോ ഓർ കമാവോ പദ്ധതിയുടെ കീഴിൽ ഇപ്പോൾ ന്യൂനപക്ഷ ഭാരതീയർക്ക് ലഭിക്കുന്നു റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി, IT ആൻഡ് BPO, എംബ്രോയിഡറി, ജർദോഷി, ജെം ജ്വല്ലറി, പിന്നെ ഓട്ടോമൊബൈൽ, കൂടാതെ നിധിവൃത്തിക്കായുള്ള മെച്ചപ്പെട്ടതും സുനിശ്ചിതവുമായ അവസരം. ഞങ്ങളുടെ സഹായം നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം. आज मौसम तो काफी खराब है, कहीं तूफान तो नहीं आएगा? रेडियो पे सुनता हूँ तूफान की आशंका है। मछुआरों को सावधान किया जाता है कि वो समुद्र की ओर ना जाए। कमला, तूफान आ रहा है। सेफ्टी किट कहाँ है? हाँ यही है। और बाकी जरूरी सामान? वो भी है। ठीक है, बस्ती वालों को खबर करते हैं, शायद सबको अभी रात कैंप के लिए निकलना पड़े। चलो चलो जल्दी आओ। आपके हित में तत्पर NDA में। മലയാളത്തിന്റെ കാർഷിക സൗന്ദര്യം ജടമുടികളിൽ അണിഞ്ഞു നിൽക്കുന്ന വയനാട്. മണ്ണിലടങ്ങിയ ഘടകങ്ങൾ കൊണ്ടും കാലാവസ്ഥാ വിശേഷങ്ങൾ കൊണ്ടും വയനാടൻ കാർഷിക വിളകൾക്ക് അതിൻ്റെതായ പ്രത്യേകതയുമുണ്ട്. സാമ്പ്രദായികവും ശാസ്ത്രീയവുമായ കാർഷിക രീതികൾ വയനാടൻ മണ്ണിൽ അവലംബിച്ച് ജീവിത വിജയം നേടിയ ഒരു കർഷകനാണ് സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള മീനങ്ങാടി കാപ്പിക്കുന്ന് പുതുശ്ശേരി വീട്ടിലെ PM രാഘവൻ. മധ്യ കേരളത്തിൽ നിന്നും 6 പതിറ്റാണ്ടുകൾക്ക് മുൻപ് വടക്കൻ കേരളത്തിലേക്ക് നടത്തിയ കുടിയേറ്റ ചരിത്രത്തിന്റെ പാരമ്പര്യമാണ് രാഘവനിലുള്ളത്. വന്യമൃഗങ്ങളോടും പകർച്ചവ്യാധികളോടും മല്ലിട്ട് കൃഷിഭൂമി തെളിച്ചെടുത്ത് കാപ്പിയും കുരുമുളകും തെങ്ങും കവുങ്ങും റബ്ബറുമൊക്കെ കൃഷി ചെയ്ത് ജീവിതം കരുപ്പിടിപ്പിച്ച കുടിയേറ്റ പഴമയുടെ ഓർമ്മകൾ ഇന്നും രാഘവന്റെ മാതാപിതാക്കളിൽ പച്ചപിടിച്ചു നിൽക്കുന്നു. 62 വർഷം മുമ്പേ എറണാകുളത്ത് നിന്നും വന്ന് താമസിക്കുന്നവരാണ് ഞങ്ങൾ. അന്നത്തെ വയനാട്ടിലെ കൃഷി കപ്പയും നെല്ലും മാത്രമാണ് കൃഷി. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് കാപ്പി കുരുമുളക് തോട്ടങ്ങളിലേക്ക് മാറി. ഇപ്പോഴും അതൊക്കെ തന്നെ നിൽക്കുന്നു. അന്ന കാലത്ത് മലമ്പനിയും കാട്ടുമൃഗ ശല്യവും വിഷമായിരുന്നു. അന്നൊക്കെ അങ്ങനെ പിടിച്ചു നിന്നവരാണ് ഞങ്ങൾ. നന്നേ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളുടെ കൈപിടിച്ച് കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയ രാഘവനോട് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമായ തൊഴിൽ എന്ത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ, അത് കൃഷി തന്നെ. 5 ഏക്കർ വരുന്ന സ്വന്തം ഭൂമിയിലും 20 ഏക്കർ വരുന്ന പാട്ടഭൂമിയിലുമാണ് രാഘവൻ ഇന്ന് കൃഷി ചെയ്തു പോരുന്നത്. ഓരോ പ്രഭാതവും വെളിച്ചമുതിർക്കുന്നത് രാഘവന് വേണ്ടിയാണെന്ന് തോന്നും. കാരണം നന്നേ രാവിലെ തന്നെ
രാഘവന്റെ സാന്നിധ്യം കൃഷിയിടങ്ങളിലുണ്ട് എന്നതുതന്നെ. കാർഷിക പരിചരണ വൃത്തികളിൽ പത്നി വിജിയും ഒഴിവു സമയങ്ങളിൽ വിദ്യാർത്ഥികളായ മക്കൾ അരുണും അഖിലും രാഘവനോടൊപ്പമുണ്ടാകും. കൃഷി ഏകദേശം ഞാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു 84 തുടങ്ങിയതാണ്. പച്ചക്കറി കൃഷി ചെയ്യുന്നു. ബാക്കിയുള്ളിടത്ത് കവുങ്ങ്, തെങ്ങ്, കാപ്പി, കുരുമുളക്, ഏലം, ഇഞ്ചി നടുന്നുണ്ട്, ചേന നടുന്നുണ്ട്. അങ്ങനെ എല്ലാ വിളകളും കൃഷി ചെയ്യുന്നു. ഭാര്യ ഞാനും കൂടി രാവിലെ ഒരു 8:30 തുടങ്ങിയാൽ 1 മണി വരെ വയലിൽ തന്നെ. 2 കിടാക്കളുമുണ്ട്. അവരെയും കൊണ്ട് ഉച്ചയ്ക്കാണ് ഇവിടെ വരുന്നത്. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു, ഒന്ന് കിടന്നിറങ്ങി, പിന്നെ അടുത്ത പരിപാടി പിന്നെയും തുടങ്ങി. 4.5 ഏക്കറിലേറെ വരുന്ന പാടത്താണ് രാഘവന്റെ പയർ കൃഷി. കാർകൂന്തൽ ഇനത്തിൽപ്പെട്ട പയറാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പേരിനെ അന്വർത്ഥമാക്കും വിധം 1.5 മീറ്റർ നീളമാണ് കാർകൂന്തൽ ഇനം വള്ളിപ്പയറിനുള്ളത്. കൃഷിഭൂമിയിലെ കുളത്തിൽ നിന്നും പമ്പ് ചെയ്യുന്ന ജലമാണ് പയറിന് നനച്ചു കൊടുക്കുക. ഉണങ്ങിയ ചാണകപ്പൊടിയാണ് പയറിനുള്ള പ്രധാന വളം. കീടബാധയകറ്റാൻ ജൈവ കീടനാശിനിയും പ്രയോഗിക്കുന്നു. ഇപ്പോൾ കാർകൂന്തൽ ഇനം പയറിന്റെ വിളവെടുപ്പ് കാലം കൂടിയാണ്. VFPCK കേന്ദ്രത്തിലൂടെയും സമീപ മാർക്കറ്റുകളിലൂടെയും പ്രിയമേറിയ ഈ പയറിനം വളരെ വേഗം തന്നെ വിറ്റുപോകുന്നു. പയർ കൃഷി ഇപ്പം നല്ല ഒന്നാന്തരം നല്ല സൈസ് വിത്തുകൾ കിട്ടാനുണ്ട്. മീറ്റർ പയറുണ്ട്, കാർകൂന്തലുണ്ട്. നല്ല അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളാണ്, ഹൈബ്രിഡാണ് സാധനം. പയർ കൃഷി നമ്മൾ ട്രേക്കകത്ത് മുളപ്പിച്ച് നടുന്നു. നട്ട് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം തന്നെ ജൈവ വളങ്ങൾ മാത്രം കൊടുക്കുന്നു. ചാണകപ്പാലും പിന്നെ പിണ്ണാക്കും കൂടി, കടലപ്പിണ്ണാക്കും കൂടി കലക്കി ബാരലിലിട്ടിട്ട് അത് കോരി ഒഴിക്കുന്നു. രാസവളങ്ങൾ കൊടുക്കാറില്ല. നല്ല വിളവ് കിട്ടുന്നുണ്ട്. കീടരോഗബാധ ഫിഷർമെനോ ആസിഡ് ഉണ്ടാക്കുന്നുണ്ട്. മത്തിയും ബെല്ലം കൂടി ആയിട്ടൊരു വളം ഉണ്ടാക്കുന്നുണ്ട്. 1 കിലോ മത്തിയെങ്കിൽ 1 കിലോ ബെല്ലം. മത്തി വെട്ടി അരിയുക, ബെല്ലം ഇടിച്ച് പൊടിക്കുക. കാറ്റ് കിടക്കാത്ത ഭരണിയിൽ 1 ലെയർ അടിയിൽ മത്തി ഇടുക, പിന്നെ ബെല്ലം ഇടുക, പിന്നെ മത്തി ഇടുക. 15 ദിവസം കഴിയുമ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ ഒരു അരഷ്ടത്തിൻ്റെ മണം വന്നാൽ ഫിഷർമെനോ ആസിഡായി. അത് 3 മില്ലിയിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിക്കുക. 3 മില്ലി എടുത്തിട്ട് 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് വൈകുന്നേരം 5 മണിക്ക് ശേഷം സ്പ്രേ ചെയ്യുക ചെടികൾക്ക്. അതാണ് ഏറ്റവും നല്ല ജൈവ കീടനാശിനി. ഒരു രോഗവും വരില്ല. 2.5 ഏക്കർ വരുന്ന മറ്റൊരു കൃഷിയിടത്തിലാണ് രാഘവന്റെ പാവൽ കൃഷി. വിളവേറിയ പ്രിയങ്ക ഇനം പാവലാണ് ഇവിടെ വള്ളി വീശി നിരയിട്ടിരിക്കുന്നത്. റബ്ബറിന്റെ ഇടവിളയായിട്ടാണ് രാഘവന്റെ പാവൽ വളരുന്നത്. കുളത്തിൽ നിന്നും ജലം പമ്പ് ചെയ്ത് വാട്ടർ ടാങ്കിൽ എത്തിച്ച് അവിടെ നിന്നും പാവലിന് നനച്ചു കൊടുക്കുന്നു. പന്തലിൽ പടർന്ന് പൂവിരിച്ച് കായിടാൻ തുടങ്ങിയിരിക്കുകയാണ് രാഘവന്റെ സ്വന്തം പ്രിയങ്കകൾ. ജൈവ വളപ്രയോഗം തന്നെയാണ് പാവലിനുമുള്ളത്. ജൈവ കീടനാശിനി കീടബാധയ്ക്കെതിരെയും പ്രയോഗിക്കുന്നു. കീടബാധ കുറയുകയും നല്ല വിളവേകുകയും ചെയ്യുന്ന പാവൽ ഇനമാണ് പ്രിയങ്കയെന്ന് രാഘവൻ തന്റെ അനുഭവം മുൻനിർത്തി പറയുന്നു.
2.5 ഏക്കർ കൃഷി ഇപ്പം നിലവിലുണ്ട്. പിന്നെ പ്രിയങ്ക എന്ന് പറഞ്ഞ പാവല്, വെള്ളപ്പാവയ്ക്കാണ് ഏറ്റവും നീളം കൂടിയത്. ഒരു പാവൽ തന്നെ 650 ഗ്രാമൊക്കെ തൂങ്ങിയിട്ടുണ്ട്. 2 ഏക്കർ വരുന്ന ഭൂമിയിൽ തക്കാളി കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലുമാണ് രാഘവൻ. രാഘവന്റെ വീടിനോട് ചേർന്നുള്ള 5 ഏക്കർ സ്ഥലം നിറയെ നാണ്യവിളകളാൽ നിറഞ്ഞിരിക്കുന്നു. തെങ്ങും കവുങ്ങും ഇവിടെ സമൃദ്ധമായി കായ്ച്ചു നിൽക്കുന്നു. കാസർഗോഡൻ ഇനത്തിൽപ്പെട്ട കവുങ്ങ് അടയ്ക്ക ഉത്പാദനത്തിൽ വേറിട്ടു നിൽക്കുന്നു. അടയ്ക്കയിലൂടെ ഒരു നിശ്ചിത വരുമാനം തന്നെ രാഘവന് ആണ്ടോടാണ്ട് ലഭിക്കുന്നു. ജൈവ കൃഷിരീതി അവലംബിക്കുന്നതിനാലും വയനാടൻ മണ്ണിന്റെ പ്രത്യേകത മൂലവും കാര്യമായ രോഗബാധയൊന്നും തെങ്ങിലോ കവുങ്ങിലോ കാണപ്പെടുന്നില്ല. തെങ്ങിനും കവുങ്ങുകൾക്കുമിടയിൽ പലതരം വാഴകളും വളരുന്നു. പാളയങ്കോടൻ, കദളി, പൂവൻ തുടങ്ങിയ ഇനങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഏലം, പലതരം ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവയും മറ്റിടവിളകളായി തെങ്ങിൻ ചുവട്ടിലും കവുങ്ങിൻ ചുവട്ടിലും നിരന്ന് തൊടിയെ സമൃദ്ധമാകുന്നു. റോബസ്റ്റ ഇനത്തിൽപ്പെട്ട കാപ്പിയാണ് രാഘവൻ കൃഷി ചെയ്യുന്നത്. ചാണകം തന്നെയാണ് പ്രധാന വളം. ഈ വയനാടൻ കാപ്പിയിൽ നിന്നും നല്ലൊരു വരുമാനം രാഘവന് സാധ്യമാകുന്നു. മറ്റൊരു വിളയായി കൃഷി ചെയ്തു പോന്നിരുന്ന ഇഞ്ചി വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ജൈവ കൃഷിയിലൂടെ മികച്ച ഉത്പാദനം തന്നെയാണ് ഇത്തവണ രാഘവൻ കൈവരിച്ചത്. വയനാടൻ മണ്ണിൽ രാഘവൻ വിളയിച്ചെടുത്ത ചേനയ്ക്കുമുണ്ട് മികവിന്റെ തുടുപ്പ്. തുടിയുടെ ഒരു ഭാഗത്ത് പൂവിട്ട് നിൽക്കുന്നത് മുരിങ്ങകളാണ്. വർഷം തോറും കൃത്യതയോടെ ഒരു വരുമാനം രാഘവന് നൽകുന്നതിൽ മുരിങ്ങകളും പിശുക്ക് കാട്ടുന്നില്ല. റബ്ബർ കൃഷി രാഘവന്റെ കാർഷിക വൃത്തിയിലെ ഒരു അഭിവാജ്യ ഘടകം തന്നെ. RS 105 ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് ഈ കർഷകനുള്ളത്. ഇപ്പോൾ രാഘവന്റെ നെൽപ്പാടത്തെ കൊയ്ത്തു കഴിഞ്ഞിരിക്കുന്നു. കൊയ്ത്തു കഴിഞ്ഞാൽ നെൽപ്പാടം പച്ചക്കറി കൃഷിക്ക് വഴിമാറും. വള്ളിപ്പയർ, കാബേജ്, വെള്ളരി, തക്കാളി, വെണ്ട, പാവൽ, ചീര, വിവിധതരം മുളകുകൾ തുടങ്ങിയവയാണ് പാടത്തെ പ്രധാന പച്ചക്കറി കൃഷി. ചാണക സ്ലറി മാത്രമാണ് പച്ചക്കറികളുടെ വളം. കീടബാധ കണ്ടാൽ ഫിഷ് അമിനോ ആസിഡ് ലായനിയും തളിച്ചു കൊടുക്കുന്നു. പിന്നെ എക്കാലത്തും ചെയ്യാവുന്ന ഒരു കൃഷിയാണ് പിന്നെ മുളകും, പയർ, ചീര. ചീരേൻ്റെ അരിയൊക്കെ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ഏത് സൈസ് ചീര വേണമെങ്കിലും കിട്ടും. പച്ച കാണിച്ച് കിട്ടും, ചുവപ്പ് വേണമെങ്കിൽ കിട്ടും. കാബേജിൻ്റെ വിത്ത് മേടിക്കാൻ കിട്ടും. ഓരോ പാക്കറ്റ് വിത്ത് മേടിക്കാൻ കിട്ടും. അത് നമ്മൾ ട്രേക്കകത്തിടുന്നു, മുളപ്പിക്കുന്നു. ഒരു ഇത്ര മുളകായി കഴിയുമ്പോൾ പറിച്ച് വെക്കുന്നു. ഒരു 60 ദിവസം കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചാണകം ചുവട്ടിലിട്ട് കൊടുക്കുക, ഇടയ്ക്കൊന്ന് ചുവട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് തനിയെ കൂടും. ചുവട് ഇളക്കി കൊടുത്താൽ ഇത് കൂടില്ല. ഒരുപാട് പേരൊരു സംശയമാണ്, കാബേജ് ഞങ്ങൾ കൊണ്ട് നട്ടിട്ട് കൂടുന്നില്ല എന്ന് പറയുന്നത്. ഇതിൻ്റെ ചുവട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, മണ്ണിങ്ങനെ കൂട്ടി കൊടുക്കുക. അപ്പോൾ തനിയെ കൂടും. ഏകദേശം 1 കിലോ 1.5 കിലോ ഉള്ള കാബേജൊക്കെ എടുക്കാം. നെൽവയലിന്റെ ഒരു ഭാഗത്ത് നേന്ത്രവാഴ കൃഷിയും രാഘവൻ ചെയ്തു പോരുന്നു. ജൈവവള പ്രയോഗമടക്കമുള്ള കൃത്യമായ ശ്രദ്ധ മൂലം ഈ നേന്ത്രവാഴ കൂട്ടവും രാഘവന്റെ ജീവിതത്തിനേകുന്ന ആദായം ചെറുതല്ല.
വാഴക്കൃഷി സാധാരണ നമ്മൾ ഏതെങ്കിലും കർഷകൻ്റെ അടുത്ത് പോകുന്നു, വിത്ത് മേടിക്കുന്നു. ഇല്ല നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ മേടിക്കുന്നു. വിത്ത് മേടിച്ച് പിന്നെ സൂഡോമോണസിൽ മുക്കി വെക്കുന്നു, നടുന്നു. ഒരാഴ്ച കൊണ്ട് തന്നെ വാഴ വിത്ത് മുളച്ച് കയറും. വാഴയ്ക്ക് ചെറിയ രാസവളങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും, അല്ലാണ്ട് വാഴ നന്നാവില്ല. ചാണകം തന്നെ പോരാ. മരച്ചീനിക്കുമുണ്ട് രാഘവന്റെ കൃഷിയിടത്തിൽ ഒരു പ്രത്യേക സ്ഥാനം. പലതരം കിഴങ്ങുവർഗ കൃഷികൾ പുരയിടത്തിലുണ്ടെങ്കിലും വനസാന്നിധ്യമുള്ള മേഖലയായതിനാൽ കാട്ടുമൃഗങ്ങളുടെ ശല്യവും ഇവിടെ കൂടുതലാണ്. കൃഷിസ്ഥലത്തെ വന്യമൃഗങ്ങളുടെ ആക്രമണം പ്രതിരോധിക്കാനായി രാഘവനും മറ്റ് കർഷക സുഹൃത്തുക്കളും ചേർന്ന് പ്രത്യേകം വേലികളും നിർമ്മിച്ചു പോരുന്നു. എല്ലാവരും എൻ്റെ വീടിൻ്റെ മുറ്റത്തെങ്കിലും ഒരു 10 ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കുക. അതിന് ഞാൻ എൻ്റെ വീട്ടിൽ തൈ ഉണ്ടാക്കിയിട്ട് ഇവിടെ നാട്ടുകാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിലരോട് ചെറിയ പൈസയൊക്കെ മേടിച്ചിട്ടുണ്ട്, പൈസ ഇല്ലാതെയും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വിഷമില്ലാത്ത പച്ചക്കറി ഉപയോഗിക്കുക. അതും ഇതുമായിട്ടുള്ള എത്ര വ്യത്യാസമുണ്ടെന്ന് നമുക്ക് കണ്ടാൽ അറിയാം. പുതിയ തലമുറയ്ക്ക് ആര് വന്നാലും നമ്മൾ അതിന് വേണ്ട അറിവും എല്ലാം പകർന്നു കൊടുക്കാം. അതിനുള്ള എല്ലാ സജ്ജീകരണവും നമ്മുടെ അടുത്തുണ്ട്. പുതിയ തലമുറ കടന്നു വരട്ടെ, കൃഷി കാണാനും കൃഷി പഠിക്കാനും. പരമ്പരാഗത കാർഷിക രീതി തുടർന്നു പോന്നിരുന്ന രാഘവനെ ശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് എത്തിച്ചതിന് പിന്നിലെ വലിയൊരു പങ്ക് മീനങ്ങാടി കൃഷിഭവന്റേതു കൂടിയായിരുന്നു. അങ്ങനെ കൃഷിഭവന്റെ കീഴിലെ ഒരു മാതൃകാ കർഷകൻ എന്ന നിലയിലേക്കും രാഘവൻ മാറുകയായിരുന്നു. രാഘവനെ സംബന്ധിച്ചിടത്തോളം അയാൾ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ആ തോട്ടം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൃഷിഭവനിൽ നിന്ന് കൊടുക്കുന്ന ആനുകൂല്യങ്ങളും പിന്നെ സ്വന്തമായിട്ട് തന്നെ അദ്ദേഹം കുറേ വളവും മറ്റ് സാധനങ്ങളും ഒക്കെ വാങ്ങി അതിലുപയോഗിക്കുന്നുണ്ട്. സ്യൂഡോമോണസ്, ട്രൈക്കോഡർമ അങ്ങനെയൊക്കെയുള്ള മറ്റ് ബയോ പെസ്റ്റിസൈഡ്സുകൾ അതെല്ലാം ബയോ പെസ്റ്റിസൈഡ്സും വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട്. ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഈൽഡ് ഓരോ വർഷം അത് കൂടി തന്നെയാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്ലോട്ട് നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ മറ്റ് കർഷകർക്ക് അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയ രീതി തന്നെയാണ് ആ ഫീൽഡ് കാണാൻ പറ്റുന്നത്. അധ്വാനം മാത്രം കൈമുതലാക്കി ചുരങ്ങൾ താണ്ടിയെത്തിയ മഹാകുടിയേറ്റങ്ങളുടെ കാർഷിക മുദ്രകൾ ഇന്നും വയനാടൻ കുന്നുകളും താഴ്വാരങ്ങളും മായാത്ത അടയാളമാക്കി മാറ്റുന്നു. അതിന്റെ ഭാഗമായി PM രാഘവൻ എന്ന ഈ വയനാടൻ കർഷകൻ ജീവിതം സമർപ്പിക്കുമ്പോൾ അത് നമ്മുടെ കാർഷിക മുന്നേറ്റത്തിന്റെ ഹൃദയഭാഗം തന്നെയായി മാറുന്നു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता।
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രിയുടെ സ്വയം തൊഴിൽദായക പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. രാസവള ഗുളികകൾ മാർക്കറ്റിൽ ലഭ്യമാക്കും. വനമിത്ര അവാർഡിന് അപേക്ഷിക്കാം. വിശദമായ വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രിയുടെ സ്വയം തൊഴിൽദായക പദ്ധതിയിലേക്ക് പുതിയ ഉൽപാദന സേവന സംരംഭങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് അപേക്ഷിക്കാം. സബ്സിഡിയുള്ള പദ്ധതിക്ക് പരമാവധി പദ്ധതി അടങ്കൽ തുക 25 ലക്ഷമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താലൂക്ക് വ്യവസായ ഓഫീസ്, ബ്ലോക്ക്, നഗരസഭ എന്നിവിടങ്ങളിലോ കോർപ്പറേഷനുകളിലെ വ്യവസായ വികസന ഓഫീസർമാരുമായോ ബന്ധപ്പെടാം. www.kviconline.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷ നൽകാം. തുടർന്ന് അപേക്ഷയുടെ പകർപ്പും ബന്ധപ്പെട്ട രേഖകളും ജില്ലാ വ്യവസായ കേന്ദ്രം അയ്യന്തോൾ ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0487 2361945. റബ്ബർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. മെയ് 1 മുതൽ 5 വരെ കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പരിശീലനം. റബ്ബർ കോമ്പൗണ്ടിംഗ്, മോൾഡഡ് എക്സ്ട്രൂഡഡ് കാലൻഡേഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, പ്രോസസ് കൺട്രോൾ, വൾക്കനൈസേറ്റ് പരിശോധന തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുള്ളതാണ് പരിശീലനം. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0481 235 3325. തിരുവനന്തപുരം ജില്ലയിലെ അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിലെ കൊയ്ത്തൂർക്കോണം വെറ്റിനറി ഹോസ്പിറ്റലിന്റെ പരിധിയിലുള്ള എഗ്ഗർ നഴ്സറിയിൽ നിന്നും 46 ദിവസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ 100 രൂപ നിരക്കിൽ വിതരണം ചെയ്യുന്നു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9744 037 207. കേരള കാർഷിക സർവകലാശാലയുടെ ഗവേഷണ വിഭാഗം വികസിപ്പിച്ച രാസവള ഗുളികകൾ മാസങ്ങൾക്കുള്ളിൽ മാർക്കറ്റിലെത്തും. വീട്ടുവളപ്പിലും മട്ടുപ്പാവിലും അടുക്കളത്തോട്ടമൊരുക്കുന്ന വീട്ടമ്മമാർക്കാണ് ഇത് ഏറെ പ്രയോജനകരമാവുക. ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഗുളിക പ്രയോഗം നടത്താം. ഏത് ചെടിയുടെയും വളർച്ചയ്ക്ക് മെച്ചപ്പെട്ട കായ്ഫലത്തിനും 16 ഇനം പോഷക മൂലകങ്ങൾ ആവശ്യമാണ്. ഇതിൽ ചിലത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കും. പ്രാഥമിക മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ദ്വിതീയ മൂലകങ്ങളായ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, സൂക്ഷ്മ മൂലകങ്ങൾ എന്നിവയുടെ കുറവ് വിള മോശമാക്കും. രാസവള ഗുളികയിൽ പച്ചക്കറിയും വളർച്ചയ്ക്കും വിളവിനും ആവശ്യമായ മൂലകങ്ങളുണ്ട്. ജൈവ വൈവിധ്യ സംരക്ഷണ രംഗത്തെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾക്ക് കേരള വനം വന്യജീവി വകുപ്പ് വനമിത്ര അവാർഡ് നൽകുന്നു. 25,000 രൂപയാണ് അവാർഡ്. ഔഷധച്ചെടികൾ, കാർഷിക ജൈവ വൈവിധ്യം മുതലായവ പരിരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ജില്ലയിൽ നിന്ന് 1 അവാർഡ് നൽകും. താൽപര്യമുള്ള വ്യക്തികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, കർഷകർ മുതലായവർ ഇനിപ്പറയുന്ന വിലാസത്തിൽ അപേക്ഷിക്കുക. വിലാസം: അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, തൃശൂർ 20. ഫോൺ നമ്പർ 0487 232 0609. മൊബൈൽ 8547 603 777. ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലുള്ള പരിശീലനം പത്തനംതിട്ട ജില്ലാ ICAR കൃഷി വിജ്ഞാന കേന്ദ്രം കാടിൽ ഈ മാസം 28-ന് സംഘടിപ്പിക്കും. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0469 266 2094. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,800 രൂപ, കോഴിക്കോട് 14,300, തൃശൂർ 12,700. കൊപ്ര കൊച്ചി 8,630, കോഴിക്കോട് 9,100, തൃശൂർ 8,630.
കുരുമുളക് അൺഗാർബിൾ 56,100, ഗാർബിൾ 59,100. ചുക്ക് മീഡിയം 12,000, ബെസ്റ്റ് 13,000. മഞ്ഞൾ സേലം 8,800, മഞ്ഞൾ ഈറോഡ് 9,200. അടയ്ക്ക 20,000-നും 21,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 13,800, RSS 4ാം ഗ്രേഡ് 14,000. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 13,800, RSS 4ാം ഗ്രേഡ് 14,000 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 12,800 രൂപ, കൊപ്ര 8,630, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300, റോട്ടറി 2,700. കുരുമുളക് അൺഗാർബിൾ 56,100, ഗാർബിൾ 59,100. ചുക്ക് മീഡിയം 12,000, ബെസ്റ്റ് 13,000. മഞ്ഞൾ നാടൻ 11,500, അടയ്ക്ക 20,000-നും 21,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 230-നും മധ്യേ. തൊണ്ടില്ലാത്തത് 390-നും 420-നും മധ്യേ. ജാതിപത്രി 500-നും 600-നും മധ്യേ. ഗ്രാമ്പു 700. റബ്ബർ RSS 5ാം ഗ്രേഡ് 13,000, RSS 4ാം ഗ്രേഡ് 14,000. ഒട്ടുപാൽ 9,000, ലാറ്റക്സ് 9,300 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് ഉൽപാദകരും സ്റ്റോക്കിസ്റ്റുകളും വില തകർച്ചയിൽ പരിഭ്രാന്തരായി. 2 ദിവസം കൊണ്ട് മുളക് വില ക്വിന്റലിന് 1,100 രൂപ ഇടിഞ്ഞതുമൂലം ഗ്രാമീണ മേഖലകളിലെ ചെറുകിട വ്യാപാരികൾ ചരക്കെടുക്കാൻ താൽപര്യം കാണിച്ചില്ല. ടെർമിൽ വിപണിയിൽ പുതിയ മുളക് 54,600 രൂപയായി താഴ്ന്നാണ് വ്യാപാരം തുടങ്ങിയത്. ഇറക്കുമതി ഉയരുമെന്ന ഭീതിയാണ് കുരുമുളകിനെ മാർക്കറ്റിൽ പ്രതിസന്ധിയിലാക്കിയത്. ഇന്നലെ കുതിച്ചു കയറിയ റബ്ബർ അവധി നിരക്കുകൾ ഇന്ന് അതേ വേഗതയിൽ തിരിച്ചിറങ്ങിയത് ഷീറ്റ് വിലയെ ബാധിച്ചു. കൊച്ചി, കോട്ടയം വിപണികളിൽ 4ാം ഗ്രേഡിന് 200 രൂപ ഇടിഞ്ഞു. നിരക്ക് കുറഞ്ഞെങ്കിലും കാര്യമായി റബ്ബർ വിൽപ്പനയ്ക്ക് എത്തിയില്ല. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിപണിയിൽ മാറ്റമില്ല. പ്രാദേശിക ആവശ്യം ഉയരുമെന്ന പ്രതീക്ഷ നിലനിർത്തി കൊപ്രയാട്ട് വ്യവസായികൾ കുറഞ്ഞ അളവിൽ മാത്രമാണ് വെളിച്ചെണ്ണ വിൽപ്പനയ്ക്ക് ഇറക്കിയത്. വണ്ടൻമേട്ടിൽ നടന്ന ഏലക്ക ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോഗ്രാമിന് 1,221 രൂപയിലും ശരാശരി ഇനങ്ങൾ 1,011 രൂപയിലും കൈമാറി. മൊത്തം 36,128 കിലോ ഏലക്ക ലേലം കൊണ്ടു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.2, 25.6. കൊച്ചി 34.2, 25.5. ആലപ്പുഴ 36.7, 28.9. പുനലൂർ 35, 25. തിരുവനന്തപുരം കൂടിയ താപനില 34.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.